മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം കേരളത്തിൽ ഈ വർഷം നടന്ന കീം പരീക്ഷയുടെ ഫലം പുറപ്പെടുവിക്കുകയും അതിലൂടെ സൃഷ്ടിക്കപ്പെട്ട റാങ്ക് ലിസ്റ്റ് ആകെ കൂടെ പ്രതിസന്ധിയിലാവുകയും ചെയ്തത് മൂലം അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് കേരളത്തിലെ നിഷ്കളങ്കരായിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് എന്ന ഒരു സത്യം ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം കേരളത്തിലെ സർക്കാരിനും പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുമാണ് എന്ന കാര്യം ഇതിനോടകം തന്നെ തെളിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 14 വർഷങ്ങളായി താരതമ്യേന കുറ്റമറ്റ രീതിയിലാണ് കേരളത്തിലെ കീം പരീക്ഷ നടത്തിയതും അതിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതും. എന്നാൽ 2024 ഈ കീം പരീക്ഷാ ഫലവും അതിന്റെ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ ഒരു വലിയ ആക്ഷേപം ഉണ്ടായത് അവിടുത്തെ സമീകരണ പ്രക്രിയ മൂലം കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പിന്നാക്കം പോവുകയും CBSE, ISE തുടങ്ങിയ സ്ട്രീമിലൂടെ വരുന്ന വിദ്യാർത്ഥികൾ അതിന്റെ നേട്ടം കൊയ്യുകയും ചെയ്യൂ എന്നുള്ളതാണ്. ആ പരാതി വ്യാപകമായപ്പോൾ സർക്കാർ പല സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് അത് പരിഷ്കരിക്കാനായി ചില സമിതികളെ നിയോഗിക്കുകയും ചില പഠനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. അതിന്റെ ഫലമായി ചില റിപ്പോർട്ടുകൾ സർക്കാരിന് ലഭിച്ചപ്പോൾ സർക്കാർ ഈ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ഒരു തീരുമാനമെടുത്തു. ഈ വർഷം ഇത് പരിഷ്കരിച്ച് കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ പിന്നോക്കം പോകാതിരിക്കുന്നതിനായി എന്തെല്ലാം കഴിയും എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഒരു പുതിയ ഫോർമുല ഉപയോഗിക്കാനായി സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ഈ പുതിയ ഫോർമുല ഉപയോഗിക്കാനെടുത്ത സമയം എന്ന് പറയുന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. സാധാരണയായി ഇങ്ങനെ സ്കീമിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് വളരെ മുൻകൂട്ടി തീരുമാനമെടുക്കുകയും അത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് അവരുടെ പരമമായ ഉത്തരവാദിത്തമാണ്. എന്നാൽ അതൊന്നും ചെയ്യാതെ പരീക്ഷ സാധാരണ പോലെ നടത്തുകയും അതിനുശേഷം ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് തൊട്ട് മുൻപായി, അതായത് ജൂലൈ 1-ാം തീയതി പുറപ്പെടുവിച്ച റാങ്ക് ലിസ്റ്റ് നിർണയിക്കുന്നതിനായി ജൂൺ മാസം 30-ാം തീയതി നിലവിലുള്ള സംവിധാനത്തിന് പൂർണ്ണമായി ഭേദഗതി വരുത്തിക്കൊണ്ട് ഒരു പുതിയ ഫോർമുല നടപ്പാക്കുകയും ചെയ്തു. അതാണ് ഈ പ്രതിസന്ധിക്ക് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാരണം. നമ്മളൊരു കാര്യം ആലോചിക്കണം, ഒരു പരീക്ഷയ്ക്ക് 2 റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാകുക എന്നത് ലോകത്തൊരിടത്തും കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് തന്നെ ചട്ടരഹിതമാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരാതിപ്പെട്ടുകൊണ്ട് CBSEയിൽ പഠിക്കുന്ന ചില വിദ്യാർത്ഥികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് ഹൈക്കോടതി ഇതിനകത്തെ നടപടിക്രമങ്ങൾ ശരിയായില്ല എന്ന് കണ്ടെത്തി ആ ലിസ്റ്റ് റദ്ദ് ചെയ്തത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയ പ്രധാനമായ സംഗതി, ഒരു പരീക്ഷ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുക എന്ന് പറയുന്നത് ഒരിക്കലും സാങ്കേതികമായും നിയമപരമായും ശരിയല്ല. അതുകൊണ്ട് നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നതായിട്ടുള്ള 14 വർഷമായി നിലവിലിരിക്കുന്നതായിട്ടുള്ള ചട്ടങ്ങൾ അനുസരിച്ച് വേണം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ടതെന്ന് പറയുകയും അതിന് വിരുദ്ധമായി സർക്കാർ തയ്യാറാക്കിയ പുതിയ ഫോർമുല പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുകയും ചെയ്തു. അത് മേൽ ഒരു നടപടിയും എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ വന്നപ്പോഴാണ് ഒരു പരീക്ഷണം എന്ന രീതിയിൽ സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരായി കേരള സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഫയൽ ചെയ്തത്. എന്നാൽ ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചും കീഴ്ക്കോടതിയുടെ അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ചിന്റെ വിധി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് നിലവിൽ അവർ ഭേദഗതിയിലൂടെ വരുത്തിയതായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് അപ്രസക്തമായി പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ നിർബന്ധിതരായി. അങ്ങനെയാണ് രാത്രിയിൽ തന്നെ അതിവേഗത്തിൽ പുതിയ റാങ്ക് ലിസ്റ്റ്, പഴയ നിയമം അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഇപ്പോൾ അതാണ് പ്രാബല്യത്തിൽ എന്ന് തീരുമാനമെടുത്തുകൊണ്ട് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഫലമായി യഥാർത്ഥത്തിൽ അല്പം വീഴ്ച സംഭവിച്ചത് അല്ലെങ്കിൽ കുഴപ്പം സംഭവിച്ചത് അല്ലെങ്കിൽ അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വന്നത് കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്.
അപ്പോൾ നേരത്തെ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണെങ്കിൽ കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് നേട്ടമുണ്ടാകുന്നു, CBSE കുട്ടികൾ പിന്നാക്കം പോകുന്നു. എന്നാൽ കോടതി വിധി അനുസരിച്ച് പഴയ രീതിയിലേക്ക് പോയപ്പോൾ പിന്നാക്കം പോയത് കേരള സിലബസിൽ പഠിച്ച കുട്ടികളാണ്. അവർ അതിന്റെ ഫലമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ നിർണായകമായ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. അവർ പറയുന്നു, എന്തായാലും ഇങ്ങനെയുള്ള ഒരു മത്സര പരീക്ഷയുടെ റാങ്ക് പട്ടിക നിർണയത്തിൽ ഞങ്ങൾ ഇടപെടാനായി ആഗ്രഹിക്കുന്നില്ല. അത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും, ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നേരത്തെ പ്രസിദ്ധീകരിച്ച ലിസ്റ്റ് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഏതാണ്ട് അന്തിമമായ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടതായ ഒരു കാര്യം, കോടതിയുടെ നിരീക്ഷണങ്ങൾ എല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പ്രധാനമായ കാരണക്കാർ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അവർക്ക് ഉപദേശം കൊടുക്കുന്ന പരീക്ഷാ കമ്മീഷണറും അതുപോലെ അതിനകത്തുള്ള ചില ഉദ്യോഗസ്ഥരുമാണ്. ഏറ്റവും ഒടുവിൽ പരീക്ഷ നടത്തിയതിനു ശേഷം അവർ ചട്ടം മാറ്റി പുതിയ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയത് സാമാന്യ ബുദ്ധിക്കും അതുപോലെ തന്നെ കുറഞ്ഞ വിവേകത്തിനും ഒട്ടും നിരക്കുന്നതല്ല എന്നതാണ് യഥാർത്ഥത്തിൽ കണ്ടെത്തിയത്. ഇത്രയും ദീർഘവീക്ഷണമില്ലാതെ യാതൊരു ഗ്രഹപാഠവും ചെയ്യാതെ അതിവേഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തത്തക്ക രീതിയിൽ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തിടുക്കം കാണിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. നാം ഒന്ന് നോക്കണം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ തരത്തിലുള്ള നടപടികൾ മൂലം ദുഃഖം അനുഭവിക്കുന്നത്, വേദന അനുഭവിക്കുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ്. നേരത്തെയുള്ള പട്ടികയിൽ വന്ന ആദ്യ ഭാഗത്തെ 100-ൽ താഴെയുള്ള റാങ്കിൽ വന്നതായ കുട്ടികളൊക്കെ ഇപ്പോൾ 1000-ൽ താഴേക്ക് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ ആദ്യ റാങ്കിൽ ഉണ്ടായിരുന്ന പല കുട്ടികൾക്കും അവർ ആഗ്രഹിക്കുന്ന കോളേജിലും അവർ ആഗ്രഹിക്കുന്ന വിഷയവും പഠിക്കാൻ സാധ്യത ഉണ്ടാകുമോ എന്ന കാര്യം വളരെ സംശയത്തിലാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കടുത്ത അപരാധമാണ് ചെയ്തത്. ഒരു പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് ആക്കിയത്. അതിനവർ സമാധാനം പറയണം. സമാധാനം പറയാൻ ഇനി അവർക്ക് സമയമില്ല. ഏതായാലും ഇത്തരം കാര്യങ്ങൾ, നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറെ കൂടെ വിവേകത്തോടും കുറെ കൂടെ ബുദ്ധിയോടും സാമാന്യ ബുദ്ധിയോടും കൂടെ വേണം എടുക്കണം എന്നുള്ള ഒരു വലിയ പാഠമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ആ ഒരു സന്ദേശമാണ് കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സർക്കാരിന് ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇനിയെങ്കിലും കുറെ കൂടെ ജാഗ്രതയും കുറെ കൂടെ വിവേകവും കുറെ കൂടെ സാമാന്യ ബുദ്ധിയും കാണിക്കുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. ഏതായാലും ഈ വർഷം ആകെ കൂടെ ഒരു കുഴഞ്ഞു മറിഞ്ഞ സാഹചര്യമാണ്. ഓഗസ്റ്റിൽ ക്ലാസുകൾ തുടങ്ങേണ്ടതായിട്ടുണ്ട്. 14-ന് മുൻപ് പ്രവേശനം പൂർത്തിയാക്കണമെന്നാണ് ഓൾ ഇന്ത്യ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ തീരുമാനം. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്തായാലും ഇതിന്റെ ഫലമായി തിരിച്ചടി ഉണ്ടായത് ഈ സർക്കാരിനാണെങ്കിൽ പോലും അതിന്റെ യഥാർത്ഥത്തിലുള്ള ദുഃഖവും വേദനയും അനുഭവിക്കുന്നത് കേരളത്തിൽ സാധാരണ സിലബസ് പ്രകാരം പഠിച്ച കുട്ടികളാണ്. അവരോട് ആർക്കും ഒരു സമാധാനവും പറയാനില്ല. ഒരു കാര്യം കൂടെ ഇതിനകത്ത് കാണേണ്ടത്, കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ കേരളത്തിന് പുറത്തു നടക്കുന്ന മത്സര പരീക്ഷകളിൽ പിന്നാക്കം പോകുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ചുകൂടി ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു. പാഠ്യരീതിയിലും മൂല്യനിർണയത്തിലും ഒക്കെയുള്ള മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ അത് ചെയ്യണം. ഇവിടെ ഇപ്പോൾ 9ാം ക്ലാസ് വരെ ഓൾ ക്ലാസും അതുപോലെ തന്നെ A+ഉം ഒക്കെ കൊടുത്ത് ഉദാരമായി മാർക്കുകൾ കൊടുക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് പ്രയോജനമല്ല, ദോഷമാണ് ഉണ്ടാകുന്നത്. അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും എന്നാൽ പൊതു മത്സര പരീക്ഷകളിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് കേരള സിലബസിനനുസരിച്ചുള്ള പഠനം, അതിന്റെ രീതികൾ, മൂല്യനിർണയം, പരീക്ഷാ സമ്പ്രദായം ഒക്കെ പരിഷ്കരിക്കേണ്ടതും ആവശ്യമാണോ എന്ന് ചിന്തിക്കുന്നത് സന്ദർഭോചിതമായിരിക്കും.